പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പ്രിയ ദൈവജനമേ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കട്ടെ. എന്താണ് വിശ്വസ്തത? വീണ്ടെടുക്കപ്പെട്ട ഒരു ജനത്തിന് ദൈവം ചില അടയാളങ്ങൾ അല്ലെങ്കിൽ ചില വ്യാപാരത്തിനായിട്ട് ചിലത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യണമെന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. വിശ്വസ്തത മാത്രമല്ല, അത് ഉപയോഗിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പം നമ്മളതും ഏറ്റെടുക്കേണ്ടുന്ന ഒരു വ്യക്തിയാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞ ഞാൻ വരുവോളം വ്യാപാരം ചെയ്യണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എപ്പോൾ വരുന്നോ ഞാൻ വരുന്ന സമയം വരെ നിങ്ങളത് വ്യാപാരം ചെയ്യണമെന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ, പക്ഷേ അതിനകത്ത് അവിടെ ഉത്തരവാദിത്വം കാണുന്നുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി ഉത്തരവാദിത്വത്തോടും വിശ്വസ്തയോടും കൂടി ആ വചനം അല്ലെങ്കിൽ അത് ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വഴിപാടിലും പ്രാർത്ഥിച്ചും ദയാപൂർവമോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണമെന്ന് അതിനകത്ത് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവർ എന്തും ത്യജിക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയായിരിക്കണം. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെ അതാണ് വിശ്വസ്തതയെ കർത്താവ് കാണിക്കുന്നത്. വിശ്വസ്തയോടെ നമുക്ക് വ്യാപാരം ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ അത്രത്തോളം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും വിശ്വസ്തയോടെ നിൽക്കുകയും കേൾക്കണമെങ്കിൽ കർത്താവ് ഇങ്ങനെ വിളിക്കുന്നു, അത്യല്പത്തിന് വിശ്വസ്തനായ നല്ല ദാസനെ എന്ന് വിളി കേൾക്കണമെങ്കിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്നവിടെ കാണുന്നുണ്ട്. വിശ്വസ്തയോടെ തൻ്റെ വേല ചെയ്യണം, കർത്താവിൻ്റെ വേല ചെയ്യണം. താങ്കൾ വിശ്വസ്തയോടെ വേല ചെയ്യുന്ന ഒരു വ്യക്തിയാണോ, അതോ കർത്താവ് ഏൽപ്പിക്കപ്പെട്ട താലന്തകൾ കുഴിച്ചെടുക്കുന്ന ഒരു വ്യക്തിയാണോ? ഇടമന കടകൽ പ്രബലാദി കക്ഷ കടകല സന്ത കടകലാതി റീമന കടകലാദി കക്ഷ കടകല സന്തൽ കടകലാദി റീമന കടകൽ പ്രബലാദി കക്ഷ കടകല അല്ല, എനിക്കൊരു താലന്തം ഇല്ല എന്നും പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾ താലന്തുകളെ കൊണ്ട് നിറയ്ക്കാൻ ശക്തനായ ഒരു ദൈവമാണെന്ന് രാത്രികാലം വിളിച്ചു പറയും ദൈവാത്മാവിലെ. ഇടമന കടകലാദി കക്ഷ കടകല സന്തൽ കടകലാദി ഓരോരുത്തർക്കും ഓരോരോ സമയങ്ങളും അവസരങ്ങളും മാർഗങ്ങളും ദൈവം കാണിച്ചു കൊടുത്തിരിക്കുമ്പോൾ അതിനെ നമ്മൾ വ്യാപാരം ചെയ്യണം. നമ്മുടെ അവസരം നമ്മൾ പാഴാക്കിയോ? നമ്മൾക്ക് തന്ന സമയം നമ്മൾ പാഴാക്കിയോ? ഏത് സാഹചര്യത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം, അവിശ്വസ്തരാവരുത്. കർത്താവിൻ്റെ വിശ്വസ്തയോടെ നമ്മൾ ജോലി ചെയ്യണമെന്നാണ് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. മാത്രമല്ല, ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി കർത്താവിൻ്റെ വേല ചെയ്യണം. അത് ദൈവത്തിൻ്റെ വേല